നമസ്തേ, ഞാൻ ജയകുമാർ ശർമ്മ. ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കേണ്ടത് എന്നാണെന്നുള്ളത് പലർക്കും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. 3-5 മാസങ്ങളിലാണ് കുട്ടികൾക്ക് പ്രധാനമായിട്ടും ചോറ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ ഇടയിൽ ഒരു കണ്ടുവരുന്ന ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എരിവ് ഉപ്പ് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സമയമാണ് ഈ ചോറ് കൊടുക്കൽ എന്നാണ് വിചാരം. അത് തെറ്റാണ്. എരിവ് ഉപ്പൊക്കെ പല അമ്പലങ്ങളിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല വൈദിക സമ്പ്രദായത്തിൽ. അത് അവൈദികമായിട്ടുള്ള ഒന്നാണ്, ശരിയായ ആചാരമല്ല. വൈദിക സമ്പ്രദായത്തിൽ ചോറ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് തൈര്, അതുപോലെ തന്നെ നെയ്യ്, തേന്, ഇവയാണ് പ്രധാനമായും ചോറ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന. കുട്ടികൾക്ക് എരിവും ഉപ്പും കൊടുത്ത് ശീലിപ്പിക്കേണ്ട ഒരു ദിവസമല്ല ഇത്. അതിന് പ്രത്യേകമായ ചടങ്ങ് വൈദിക സമ്പ്രദായത്തിലുണ്ട്. നമ്മുടെ സമ്പ്രദായത്തിൽ അങ്ങനെ ഇല്ല എങ്കിൽ പോലും അതൊരു നേദ്യം ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ ഭഗവാൻ ഹവിസായിട്ട് ഉപയോഗിച്ചതിന് ശേഷം പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ എരിവും ഉപ്പും ഒന്നും കൊടുക്കുന്നതായിട്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. തെറ്റായിട്ടുള്ള സമ്പ്രദായമായിട്ടാണ് വൈദിക സമ്പ്രദായത്തിൽ കരുതി പോരുന്നത്. ഈ വസ്തുക്കളാണ് ചോറ് കൊടുക്കാനായി